അനിൽകുമാറാണ്. അനിൽകുമാർ അനിൽ ഓക്കെ. നിങ്ങൾ എവിടെയായി ഓഫീസ്? ഞങ്ങളുടെ കൽപ്പറ്റ ഓഫീസ്. നിതീഷിന്റെ ഒക്കെ ബാച്ചാണോ നിങ്ങൾ? നിതീഷ്, നബില് അല്ലേ? നമ്മുടെ അരുണിനെയൊക്കെ രക്ഷിച്ചെടുത്ത ടീമാണ് അല്ലേ? അത് നിങ്ങളുടെ ഓഫീസാണ് അല്ലേ? അവിടെ അരുണിനെ രക്ഷിച്ചെടുത്തില്ലേ? ഇന്നലെ നമ്മൾ വൈകുന്നേരം ചർച്ചയിൽ കണ്ട അരുണിനെ രക്ഷിച്ചെടുത്ത യൂണിറ്റാണ് കൽപ്പറ്റ ഫയർ ആൻഡ് റെസ്ക്യൂ. അവർ ബത്തേരിയാണ്, നിങ്ങൾ കൽപ്പറ്റ. എത്ര പേരുണ്ട്? ഞങ്ങളിവിടെ മൊത്തം 600 ആൾക്കാരുണ്ട്. അതായത് കേരളത്തിന്റെ എല്ലാ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. 600 പേര് ഇപ്പോൾ ഇവിടെ 600 പേര് കേരള റെസ്ക്യൂ ഉണ്ട്. എനിക്കൊന്ന് ഈ ഓപ്പറേഷനിൽ ആർമിയോടൊപ്പം ഒരുപക്ഷെ അതിനും ഒരു പടി കൂടി മുകളിൽ കടന്ന് അത്രയും ഹാർഡായിട്ടുള്ള എനിക്ക് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ആദ്യം എത്തിയത് നിങ്ങളാണ് അല്ലേ? പലരും ഞങ്ങളാണ് ആദ്യം അല്ലേ? കാരണം ഈ പ്രദേശം കൽപ്പറ്റ സ്റ്റേഷന്റെ പരിധിപ്പെടുന്നതാണ്. ഞങ്ങൾക്ക് ഏകദേശം 1:45 അല്ല മറ്റേ നമുക്ക് വിളി വരുന്നത്. വിളിച്ചത് മണികണ്ഠം എന്ന് പറഞ്ഞ ഒരാളാണ്. അത് വിളിക്കുന്നത് വെച്ചാൽ സാറേ ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് വെച്ചാൽ പിന്നെ ഒറ്റ കരച്ചിലാണ്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ പോകുന്നു. പക്ഷെ പോരുന്ന വഴിക്ക് ഭയങ്കര മഴയാണ്, ചെളിയാണ്. സ്ഥലം പറഞ്ഞു ചൂരൽമലയാണ്. കാരണം പുള്ളി വീട് അല്ല മുണ്ടക്കൈയാന്ന് തോന്നുന്നു. മുണ്ടക്കൈ എന്ന് പറഞ്ഞു. മുണ്ടക്കൈ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഞങ്ങൾ മരിക്കും. വണ്ടി എടുത്തോണ്ട് പോകുന്നു. വണ്ടി എടുത്തു 2 വണ്ടിയിൽ പോകുന്നു ഞങ്ങൾ. പക്ഷെ പോരുന്ന വഴിക്ക് ഒരു മരം വീണിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു 10-30 മിനിറ്റ് അവിടെ വേസ്റ്റ് ആയി. വേസ്റ്റ് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പോഴത്തെ റവന്യൂ ജീവനക്കാർ പോലീസുകാരെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വരാൻ നേരം വെച്ചാൽ മൊത്തം ചെളിയാണ്, മുട്ടിനൊപ്പം ചെളി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഒട്ടും വെളിച്ചില്ല, ആകെയുള്ള ടോർച്ച് മാത്രം. അപ്പോൾ ഞങ്ങൾ അസ്കാറായി ടവർ ലൈറ്റ് കത്തിച്ച് വെച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സാവകാശം കൂടി നീങ്ങുകയാണ്. നീങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ ഇവിടെ സ്കൂളിൻ്റെ സൈഡ് കിടപ്പുണ്ട്. ഞങ്ങൾ ആ സ്ത്രീയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ജീവനുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തെറിച്ചു വന്ന് വീണതായിരിക്കും, ആയിരിക്കാം, ഒലിച്ചു വന്ന. അപ്പോൾ അവർ രക്ഷപ്പെടുത്തിയപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ 4 പേരുണ്ട്, അവരെ കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഇത്രയും ഫോഴ്സ് ഇല്ല. എത്ര പേരാ ഉള്ളത്? ഞങ്ങൾ 12 പേരും 2 പോലീസുകാരും 3 റവന്യൂ ജീവനക്കാരും. പിന്നെ ആദ്യം ചൂരൽമലയിൽ എത്തുന്നത് ഈ 12 പേരാണ്. കൽപ്പറ്റ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലുള്ള എത്ര ജീവനക്കാർ? 12 ജീവനക്കാരും പിന്നെ പോലീസും പോലീസിന് 2 പേരും, 3 റവന്യൂ ജീവനക്കാർ, റവന്യൂവിന്റെ 3 പേര്. മൊത്തം 12 3 15 2 17 പേരാണ്. രാവിലെ ഏകദേശം എത്ര സമയം എത്തിയിട്ടുണ്ടാവും നിങ്ങൾ? 1:56 കോൾ വന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 2:30 ആയിട്ടുണ്ടാവും അല്ലേ? മുറിച്ച് വരാനുള്ള ഒരു ഡിലേ ഞങ്ങൾക്ക് വന്നു. ഒരു 2:45 ഒരു 3 മണി ആകുമ്പോഴേക്കും ചൂരൽമല ഭാഗത്ത് 17 അംഗ സംഘം എത്തി. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അല്ല, രണ്ടാമത്തെ പൊട്ടൽ നമ്മൾ വന്നതിന് ശേഷമാണ് വന്നത്. അതായത് ഞങ്ങളിവിടെ വന്ന് സെർച്ച് ചെയ്യേണ്ട സമയത്ത് നാട്ടുകാർ ഉടനെ പറയാണ് സാറേ ഓടിക്കൂ അടുത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിന്റെ താഴ്ഭാഗത്തുണ്ട് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ആ ഭാഗം ഇല്ല, ഇപ്പം ആ ഭാഗത്തോ സ്കൂളിന്റെ താഴെ. നിങ്ങൾ വരുമ്പോ ഈ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടോ? ഗ്രൗണ്ട് ഉണ്ട് വരുമ്പോ ഇല്ല. സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ ചെറിയ രീതിയിലുള്ള വെള്ളമുള്ളൂ. അപ്പൊ ഞങ്ങള് ഇത്രയും പൊളിഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഞങ്ങളുടെ വിചാരം എന്താ വെച്ചാൽ ചെറിയ രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കഴിഞ്ഞ തൊട്ട് ദിവസം ഇവിടെ കോള് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം മലയുടെ ഇടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കോള് വരികയും അവിടെ മണ്ണ് പൊട്ടിയൊരു ഭാഗം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ റെസ്ക്യൂ സർവീസ് നടത്തി. അതിനുശേഷം ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസർ അടക്കം വന്നിട്ട് ഈ സ്കൂളിൽ വെച്ചിട്ട് മീറ്റിംഗ് വിളിച്ചു. 29 മീറ്റിംഗ്. ഈ പൊട്ടിയ അന്ന് രാവിലെ കാരണം 2 മണിക്ക് പൊട്ടുന്ന ആ ദിവസമല്ലേ, അതിന്റെ തലേ ദിവസം 29-ാം തീയതി ഇവിടെ മീറ്റിംഗ് വിളിക്കുകയും മുഴുവൻ ആൾക്കാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് മീറ്റിംഗ് നടത്തുകയും അവരോട് ഒഴിഞ്ഞു പോകേണ്ടതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. അതായത് 29-ാം തീയതി ഈ മുന്നറിയിപ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഫയർ സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു ഫോണിൻ്റെ ചുറ്റും ജീവിക്കുന്ന കുറേ ജീവിതങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം ഒരാൾ അന്നത്തെ ദിവസം ഒരു റെസ്റ്റിന് പോലും മാറിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ആയിട്ട് നിർത്താതെ പെയ്യുന്ന മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ ഒരു സാഹചര്യം ഉണ്ട്, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും റെസ്റ്റിന് പോലും പോവാതെ ആ ഫോണിൻ്റെ ചുറ്റും നിന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മണിക്ക് ശേഷം ഈ മണികണ്ഠൻ്റെ വിളി എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ സേഫാണ്, മണികണ്ഠൻ്റെ അടുത്ത ബന്ധുക്കളടക്കം നഷ്ടപ്പെട്ടിട്ടും മണികണ്ഠൻ സേഫാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയുണ്ട്. കാരണം മണികണ്ഠൻ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സാറേ ഞങ്ങൾ കഴുത്തറ്റ മുങ്ങി രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ, കാരണം ഫസ്റ്റ് റെസ്പോണ്ട് വരുന്ന ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അവിടെ നിന്ന് ഈ സ്ഥലം വരെ എത്തുന്നവരെ ഞങ്ങൾ ആ വണ്ടിയിൽ ഇരുന്ന് ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. കാരണം അവിടെ എന്തായിരിക്കും എന്നുള്ളൊരു ചിത്രം ഞങ്ങൾ കൽപ്പറ്റ ഭാഗത്തുള്ളവരാണോ? എനിക്ക് പലപ്പോഴും ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും, ഒരുപാട് തവണ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായി. അമ്പലമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായിട്ടും. ടൂറിസ്റ്റ് സ്പോട്ടല്ല സാറാണ്. സാറൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ നിർദ്ദേശം കൊടുത്താണ്. അന്ന് നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ഇവര് ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു കോൾ ഉണ്ടായിട്ട്
വന്നിട്ട് എല്ലാം പരിശോധിച്ചിട്ട് പോയതാണ്. വലിയ മേലെ വരെ പോയിട്ട് വന്നതാണ്. അന്നേരം നല്ല ഒഴുക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും മഴ പെയ്യുന്ന സമയം തീർച്ചയായിട്ടും പിന്നെ പഞ്ചായത്ത് ആൾക്കാർ എല്ലാവരും ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുപേരെ ഒഴിപ്പിച്ചായിരുന്നു. കുറച്ച് 16 ഈ സ്കൂളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ സ്കൂളിലുണ്ട്, സ്കൂളുണ്ടായിരുന്നു ആ സമയത്ത്. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഉദ്ദേശിച്ച പോലെയല്ല വന്നത്. ഇവിടെയല്ല, അവിടെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നിങ്ങൾ അതിനുശേഷം എനിക്കൊന്ന് ദീപക് മോഹൻ അടക്കമാണ് അല്ലേ ഇവരുടെ കൂടെ അങ്ങോട്ട് മുകളിലോട്ട് കയറുന്നുണ്ട് ആ സമയത്ത്. പിന്നെ ഞങ്ങൾ പിന്നെ വൈകാരികമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് ആ പൊട്ടൽ വരുന്നത്. ഞങ്ങൾ ഓടി മുകളിലേക്ക് കയറിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് വിട്ടുപോയത് അല്ലേ? അല്ലെ അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ സാറിന്റെ കൂടെ വഴിക്ക് തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചിരുന്നു. പുള്ളിയെ സുഹൃത്താണപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം. അല്ല, ദീപക് കൊടുത്ത അലേർട്ട് വലിയ പ്രധാനമാണ്. മാത്രമല്ല നമ്മൾ ആ സമയത്താണ് രാഘവൻ വിളിക്കുന്നു, നൂറുദ്ദീൻ വിളിക്കുന്നു, അങ്ങനെ കുറേ ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക സ്റ്റുഡിയോയിലേക്ക്. ദീപക്കിനെ എനിക്ക് പരിചയമുള്ള ഞാൻ ദീപക്കിനെ തന്നെ ഉടനെ വിളിച്ചു, പോരുന്ന വഴിക്ക് തന്നെ വിളിച്ചു. ദീപക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് വളരെ വേഗം ദീപക് അത് അറിയിക്കുകയും ചെയ്തു. താങ്ക് യു. നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനം നമ്മൾ എത്ര പറഞ്ഞാലും ആളുകൾക്ക് ഇത് മനസ്സിലാവും. വേറെ കാര്യമുണ്ട്, ഞങ്ങളുടെ ജീവനോടെ ഉള്ളിപ്പോയ ഒരാളുണ്ടായിരുന്നു ചെളിയിൽ. നിങ്ങളുടെ ചാനലാണ് കൃത്യമായിട്ട് ലൈവ് ഉണ്ട്. ഞങ്ങളിലേക്കാണ് കോള് വരുന്നത്. അരുണിന്റെ കാര്യം പറഞ്ഞ് രാഘവൻ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ ദീപക് വിളിക്കുന്നത്. അപ്പോൾ വാർഡ് മെമ്പറാണ് അല്ലേ? രാഘവൻ ഉണ്ടോ ഇവിടെ? ക്യാമ്പിലുണ്ട്. അപ്പോൾ ഈ രാഘവൻ വിളിച്ചിട്ട് പറയുകയാണ് കഴുത്തോളം മുങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, രക്ഷപ്പെടുത്തണം. ഭയങ്കര റിസ്ക് ആയിരുന്നു, അങ്ങോട്ട് എത്താൻ പറ്റില്ല. ഇന്നലെ അങ്ങനെ എടുത്ത് വെച്ച് നിബിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ആ ചെടി ഇറങ്ങിയിട്ട് രക്ഷിച്ചത്. 10-12 സംഘം ഉണ്ടായിരുന്നു. ഞാൻ മുകളിലോട്ടൊന്ന് പോയിട്ട് വരാം. എന്തായാലും ഇവരെല്ലാവരും നമ്മൾ ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് കൊടുക്കുന്ന മനുഷ്യരായിട്ടോ ഇവരൊക്കെ. ഇവരെ ആദ്യം എത്തിയ സംഘത്തിൽ 17 അംഗ സംഘത്തിലെ 12 പേര് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, 2 പേര് പോലീസുകാർ, ബാക്കി റവന്യൂ ജീവനക്കാർ. ഇവരായിരുന്നു ആദ്യം എത്തിയത്.